ഒരുപാട് എക്സൈറ്റ്മെൻറ്റോട് കൂടി ചെയ്ത ഒരു വാലൻറ്റൈൻസ് ഡേ കേക്കാണ് കേട്ടോ ഇത്. ഇതായിരുന്നു കേക്കിൻ്റെ ഫില്ലിങ്ങിൻ്റെ ഒരു റെഫറൻസ്. ഒരു റീല് കണ്ടിട്ട് അത് അയച്ചു തരാണ് ചെയ്തത്. അങ്ങനെ ആ മോഡൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മോഡൽ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ടായി കേട്ടോ. കാരണം ആ ഒരു മോഡൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഫില്ലിംഗ് ഒക്കെ ഞാൻ സെറ്റാക്കി തരാം, പക്ഷേ ഫൈനൽ ലുക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ കേക്ക് ചെയ്യാൻ തുടങ്ങിയത്. കാരണം എന്താ വെച്ചാൽ നമുക്കിങ്ങനെ ഒരു വെറൈറ്റി കേക്ക്സ് വരുമ്പോൾ നമ്മൾ നോ പറഞ്ഞാൽ നമുക്കതൊരു മിസ്സിങ് ചാൻസാണ്. അതേസമയം നമ്മളൊരു റിസ്ക് എടുത്താൽ ഒന്നുകിൽ നമുക്ക് എന്താ പറയുക, അത് ഫൈനൽ ലുക്ക് ഇഷ്ടമായില്ലെങ്കിൽ അവർ അത് പറയും. പക്ഷേ ടേസ്റ്റ് എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുമല്ലോ. കാരണം നമ്മൾ കൊടുക്കുന്ന ഫില്ലിങ്സ് ടേസ്റ്റി ആണെങ്കിൽ കേക്ക് എന്തായാലും ടേസ്റ്റി ആയിരിക്കും. പിന്നെ നേരത്തെ തന്നെ അവരോട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പേയ്മെൻറ്റ് കുറച്ച് കുറഞ്ഞാലും നമുക്കൊരു ചാൻസ് കിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഓർഡേഴ്സ് മാക്സിമം ഞാൻ എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ടൈമുള്ള സമയത്താണെങ്കിൽ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഒരു ഡോം ഷേപ്പായിരുന്നു കേട്ടോ ഈ കേക്കിന് വന്നിരുന്നത്. പിന്നെ കേക്കിൻ്റെ ഒരു എന്താ പറയുക, മേലെ ചോക്ലേറ്റ് ഗണാഷിൻ്റെ കൂടെ കൊക്കോ പൗഡറൊക്കെ ഒന്ന് സ്പ്ലാഷ് ചെയ്ത പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മാക്സിമം ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് ഒരു സ്ട്രോബെറിയുടെ ബോക്സ് അടിഭാഗം കട്ട് ചെയ്ത്, കാരണം അത് ഫ്ലോ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് തന്നെ കൊക്കോ പൗഡറും കൂടി അതിൻ്റെ മേലെ വേണം എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ടൊക്കെയാണ് ചെയ്തത്. പക്ഷേ ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിരുന്നു. റീൽസിൽ കണ്ട ആ സെയിം ഷേപ്പും ഡിസൈനും ഒന്നും അല്ലെങ്കിലും ഒരു അടിപൊളി ലുക്കായിരുന്നു. കസ്റ്റമർ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു.